ഹായ് ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു സ്കൂട്ടർ സെഗ്മെൻറ്റിലൊരു വണ്ടിയാണ്. അപ്പോൾ നമ്മളിതിന് മുമ്പ് ബെർഗ്മാൻ ചെയ്തിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു വണ്ടി നമ്മുടെ ഹോണ്ട ആക്റ്റീവ 125 BS4 വണ്ടിയാണ്. അപ്പോൾ BS6 വരുമ്പോൾ അപ്ഡേഷൻ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊന്ന് ഞെക്കി വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ പോയേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഹോണ്ട ആക്റ്റീവ 5G അല്ലേ. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന BS4 വണ്ടിയാണ്. അപ്പോഴത്തേന് അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ പിന്നെ BS6 വരുമ്പം അതിൻ്റെയും ചില അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ആക്റ്റീവ എന്ന് കേൾക്കുമ്പോൾ തന്നെയുള്ള ആ ഒരു ലുക്കും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് എന്താ പറയുക ഇപ്പോഴും ഉള്ളത്. ആ ഒരു ലുക്കും കാര്യങ്ങളും മാറിയിട്ടേ ഇല്ല. കുറേ കാലങ്ങളായിട്ട് നമുക്ക് ആ ലുക്കിൽ തന്നെയാണ് ആക്റ്റീവ കിട്ടുന്നത്. അപ്പം ആ ലുക്ക് വലിയ വ്യത്യാസമൊന്നും വരുത്താതെ തന്നെ നമുക്ക് BS4 ആയിട്ടും അങ്ങനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഹെഡ്ലൈറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എന്താ പറയുക, ഒരു DRLs പോലെ അല്ലെങ്കിൽ ഒരു പാർക്കിംഗ് ലൈറ്റ് പോലെ മണ്ടയിലായിട്ടൊന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഗുണം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ലാഭമായിട്ട് കൊണ്ടുവയ്ക്കുന്ന സാധനം എന്ന് പറയുന്നതാണ് നമ്മുടെ ഹെഡ്ലൈറ്റ്. പണ്ടൊക്കെ ഹാലോജൻ ബൾബാണ് ഹെഡ്ലൈറ്റായിട്ട് വന്നിരുന്നത്. ഇപ്പോൾ ഇത് മാറി നമുക്ക് LED ആയിട്ടുണ്ട്. വളരെ നല്ല കാര്യം, LED തന്നെയാണ്. പിന്നെ രണ്ട് സൈഡിലായിട്ട് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ, ഈ സൈഡ് ഇൻഡിക്കേറ്റർ. അത് ഹാലോജൻ ബൾബാണ്, മാറ്റമൊന്നും കൊണ്ടുവന്നിട്ടില്ല. ബാക്കിലത്തെ ടൈലറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത് നമ്മുടെ ആദ്യത്തെ മോഡലിൽ വരുന്ന പോലെ തന്നെ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല, അതേപോലെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് എന്താ പറയുക നമ്മുടെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നടുക്കായിട്ട് നമ്മുടെ ബ്രേക്ക് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അടിയിലായിട്ട് നമ്മുടെ ഈ ഒരു എന്താ പറയുക നമ്പർ പ്ലേറ്റ് കാണാനായിട്ട് ഒരു ചെറിയൊരു ലൈറ്റ് പോലെ, അത് നമ്മുടെ ബ്രേക്കിൽ നിന്ന് തന്നെയാണ് ആ ലൈറ്റും കിട്ടുന്നത്. എഞ്ചിൻ ഭാഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 109.5 cc ഫാൻ കൂൾഡ് 4 വാൽവ് എഞ്ചിനാണ് നമുക്ക് ആക്റ്റീവ 5G അല്ലെങ്കിൽ ആക്റ്റീവയിൽ നമുക്ക് ലഭിക്കുന്നത്. നല്ല പവറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എഞ്ചിനും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ചില വണ്ടികളൊക്കെ ഉണ്ടല്ലേ, അതായത് നമ്മുടെ സ്കൂട്ടർ സെഗ്മെൻറ്റിലെ ചില വണ്ടികളൊക്കെ ഈ ഭാഗങ്ങളൊക്കെ വലിയ കട്ടിയൊന്നും കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കും. പക്ഷേ നമുക്ക് ആക്റ്റീവ വന്നിരിക്കുന്നത് നല്ല കട്ടിയുള്ള ബോഡിയാണ് വന്നിരിക്കുന്നത്. നല്ല കട്ടിയുള്ള ബോഡിയും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് സസ്പെൻഷനെ കുറിച്ച് നോക്കാം. സസ്പെൻഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം തന്നെയാണ് ഗൈസ് ഇതിൻ്റെ സസ്പെൻഷൻ. ഭയങ്കര ബോറാണ്. ഞാൻ നമ്മുടെ ബെർഗ്മാൻ സ്ട്രീറ്റിൽ പറയുന്ന പോലെ തന്നെ നല്ല ബോറായിട്ടുള്ള സസ്പെൻഷനാണിത്. നമ്മൾ ബ്രേക്ക് പിടിക്കുന്നതിന് നമ്മുടെ വണ്ടി നമ്മളെക്കാൾ മുമ്പിലോട്ട് പൊങ്ങിയാണ് ഓടുന്നത്. അതായത് നമ്മൾ ബ്രേക്ക് പിടിക്കുന്നതിന് ഒന്ന് കളരും, ബ്രേക്ക് വിടുമ്പോൾ താന്നു പോകും. അതാണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് ആ സസ്പെൻഷൻ അത്ര താല്പര്യം തോന്നിയില്ല. വളരെ ബോറായിട്ടുള്ളൊരു സസ്പെൻഷനാണ്. അപ്പോൾ ബൈക്കിൽ വരുന്ന നമ്മുടെ പഴയ പോലത്തെ സസ്പെൻഷൻ തന്നെ, ഒരു മാറ്റമില്ല. ആദ്യത്തെ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ്. നമുക്ക് BS6 വരുമ്പോൾ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിംഗിൾ സീറ്റാണ് വന്നിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം റൈഡർക്ക് ഇത്രയും നീളമുള്ളൊരു സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പില്ലിനായിട്ട് അത്യാവശ്യം ഇരിക്കാനും കംഫോർട്ട് വരുന്ന സീറ്റും കാര്യങ്ങളാണ് പില്ലിന് തന്നിരിക്കുന്നത്. പിന്നെ ഗ്രാബറയിൽ അത്യാവശ്യം നല്ല പിടിച്ചിരിക്കാൻ പറ്റിയ വണ്ടിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള ഗ്രാബറയിലും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൊണ്ട് തന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ അമ്മയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ പെങ്ങൾക്കാണെങ്കിലും ഇരിക്കാൻ രീതിയിലൊരു ചെറിയൊരു ഫുഡ് റെസ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് സുഖമായിട്ട് ചവിട്ടിയിരുന്ന് പോകാവുന്നതാണ്. പിന്നെ അല്ലാതെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിലും ഈ സൈഡിൽ ഒരു ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ടയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 90 mm ടയറാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിലത്തെ ടയറും സെയിം സൈസാണ്, 90 mm ടയറാണ് ബാക്കിലത്തെ ടയറിലും വരുന്നത്. ബ്രേക്കിംഗ് പറയാതിരിക്കാൻ പറ്റത്തില്ല ഗൈസ്, വളരെ ബോറായിട്ടുള്ള ബ്രേക്കിംഗ്. നമ്മുടെ വണ്ടിക്കുള്ള പവറിന് തരുന്ന ബ്രേക്കിംഗേ അല്ല നമുക്ക് ആക്റ്റീവായി വന്നിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ഉള്ള മിക്ക വണ്ടികളിലും, അതായത് മിക്ക ആക്റ്റീവായാലും വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആക്റ്റീവ് അല്ല സ്കൂട്ടർ സെഗ്മെൻറ്റിലെ എല്ലാ വണ്ടികളും ഫ്രണ്ട് ഡിസ്ക് ബാക്കിൽ ഡ്രമ്മാണ് വരുന്നത്. പക്ഷേ ഇതിൽ രണ്ടും ഡ്രമ്മാണ് വരുന്നത്. നമുക്ക് അടുത്ത BS6 നമുക്ക് റിവ്യൂ ചെയ്യുമ്പോൾ നോക്കാം എങ്ങനെ ആയിട്ടുണ്ട് എന്ന്. ബ്രേക്കിംഗ് നമ്മുടെ കോമ്പി ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ബാക്ക് ബ്രേക്കിംഗ് ഫ്രണ്ടോട് അപ്ലൈ ആകുന്ന രീതിയിലുള്ള ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ആ ബ്രേക്കിംഗ് നമ്മുടെ വണ്ടിയുടെ പവറിനുള്ള ബ്രേക്കിംഗ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതാണൊരു പ്രധാന പ്രോബ്ലം. ഇപ്പോൾ വരുന്ന വണ്ടികൾ പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു കീ ഹോളും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കത് ലോക്ക് ചെയ്യാം. അത് നമുക്ക് ഇത് അക്കൗണ്ടിൻ്റെ ബാക്കി ഭാഗം കൊണ്ട് നമുക്കത് ഓപ്പൺ ആക്കുകയും ചെയ്യാം. അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ സ്റ്റോറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഇവിടെ തന്നെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സീറ്റിന്. ആ സീറ്റ് എടുത്തിട്ട് നമ്മൾ ഈ സ്വിച്ചിലോട്ട് നോക്കുമ്പോഴത്തേന് സീറ്റ് ഓപ്പൺ ആവും. അപ്പോഴത്തേന് വളരെ വിശാലമായിട്ടുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. ഹെൽമെറ്റ് ആണെങ്കിലും ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാം. പക്ഷേ വണ്ടി ഓടിക്കാൻ നമ്മൾ ഹെൽമെറ്റ് നമ്മുടെ തലയിൽ തന്നെ വെക്കുക. അത്യാവശ്യം നല്ല സ്റ്റോർ. അപ്പോൾ നമ്മുടെ വീട്ടിലെ അപ്പാച്ചന്മാർക്കാണേലും അമ്മച്ചിമാർക്കാണേലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അതിനകത്തോട്ട് സ്റ്റോർ ചെയ്ത് വെക്കാമെന്നാണ്. ഇനി നമുക്ക് പെട്രോൾ ടാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പെട്രോൾ ടാങ്ക് കാര്യങ്ങളാണ്. V6 വരുന്നതിന് അതും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പെട്രോൾ ടാങ്കിനെ കുറിച്ചാണ് ഒരു 5.5 ലിറ്റർ പെട്രോൾ ടാങ്ക് കണ്ടിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ക്ലിപ്പ് വന്നിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ ആണെങ്കിലും മേടിച്ചിട്ട് നമുക്ക് അവത്തെ തൂക്കിയിടാൻ പറ്റും. അങ്ങനെ ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ സൈഡിലായിട്ടാണെങ്കിൽ ഒരു ലോക്കും തന്നിട്ടുണ്ട്. നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ലോക്ക് ചെയ്ത് വെക്കാമെന്നാണ്. അല്ല ഇവിടെ നമുക്ക് മറ്റേ ബാക്കി വണ്ടിയിൽ കാണുന്നല്ലോ ഇവിടെ ബോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. വണ്ടി കയറി എന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, നല്ല 2 മിറേഴ്സും കിട്ടിയിട്ടുണ്ട്. മീറ്റർ കൺസോൾ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഏതായാലും മീറ്ററിൻ്റെ കാര്യം വന്നപ്പോൾ എന്ന് പറഞ്ഞേക്കാം. നമുക്ക് 2 മോഡലാണ് നമുക്ക് ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഇങ്ങനത്തെ, അതായത് അനലോഗ് സെഗ്മെൻറ്റ് അല്ല അനലോഗ് ആയിട്ടുള്ള ഒരു മീറ്ററുള്ള ഒരു വണ്ടിയാണ് കിട്ടുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമുക്ക് ഡിജിറ്റൽ, അതായത് നമ്മുടെ സ്പീഡിൻ്റെ മാത്രം അനലോഗായിട്ട് കിട്ടും. ബാക്കി ഒരു ഡിജിറ്റൽ കൺസോൾ ആയിട്ടുള്ള ഒരു മീറ്ററും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് രണ്ടാമത്തെ കിട്ടുന്നത്. ഇനിയിപ്പം പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീതിയുള്ളൊരു പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് V6 ആകുമ്പോഴത്തേന് അത് വീണ്ടും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. എന്നാൽ നമുക്കിനി നമ്മുടെ വണ്ടി ഒന്ന് ഓടിച്ചുകൊണ്ട് ബാക്കി പറഞ്ഞാലോ? ഓക്കെ, എന്നാൽ പിന്നെ കൊണ്ട് ഓടിക്കാം. വൈബ്രേഷനെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ എന്താ പറയുക, വൈബ്രേഷൻ നമ്മുടെ ആക്റ്റീവ് അതായത് സ്കൂട്ടർ സെഗ്മെൻ്റ് ആണ്. അപ്പം നമ്മൾ വൈബ്രേഷനും കാര്യങ്ങളൊന്നും വലിയതായിട്ട് പറയേണ്ട കാര്യമില്ല. എന്നാലും ഒരു 70 അല്ലെങ്കിൽ 70 എബോ ഓടിക്കുമ്പോഴത്തേനും നമുക്ക് ചെറിയ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്രേക്കിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു, വളരെ പോരാ ഒരു ബ്രേക്കിംഗ് ആണ്. അപ്പം നമ്മൾ അത്രയും ബ്രേക്കിങ്ങൾ നമ്മൾ ഓടിക്കുമ്പോൾ അല്ലെ ആ ഒരു ബ്രേക്കിൽ നമുക്ക് 70 മണ്ടേ ഓടിക്കാൻ ഒരു കോൺഫിഡൻസ് ഇല്ല. നമുക്ക് വണ്ടിയുടെ പവറും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ 9 HP പവർ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ടോർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 8 Nm ടോർക്കാണ് നമുക്ക് നമ്മുടെ ആക്റ്റീവ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് സൈഡാക്കട്ടെ. വിട്ടുപോയ കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വിച്ച് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ മീറ്റർ കാര്യങ്ങൾ. മീറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സിന് 2 മീറ്ററും കാര്യങ്ങൾ അല്ലെങ്കിൽ 2 ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീഡിന് ഒരു അനലോഗ് മീറ്ററാണ്. പിന്നെ ഫ്യൂവൽ താഴെ കാണിക്കുന്നു, ഇവിടെ ബ്രൈറ്റ് കാണിക്കുന്നു. പിന്നെ ഫ്യൂവിൻ്റെ ഒരു വളരെ സിമ്പിളായിട്ട്. പിന്നെ നമ്മുടെ ഇത് എത്ര കിലോമീറ്റർ ഓടിയെന്ന് കാണിക്കാൻ ഒരു ചെറിയ മീറ്ററും കാര്യങ്ങളൊക്കെ നടുക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ തരത്തിലുള്ള മീറ്റർ കൺസോളും കാര്യങ്ങളൊന്നുമല്ല, ചെറിയ ബേസിക് കാര്യങ്ങൾ മാത്രം പറയുന്ന മീറ്ററും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് സ്വിച്ചുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഡിമ്മ ബ്രൈറ്റ് ഒരു സ്വിച്ച്, പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ ഹോണിനൊരു സ്വിച്ച്, ഇപ്പുറത്തോട്ട് സൈഡിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനൊരു സ്വിച്ച്. അപ്പം നമുക്ക് അടുത്ത മോഡലിന് ഇവിടെ വേറെ ഒരു തരത്തിലാണ് സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ മൊത്തം വെയിറ്റ് എന്ന് പറയുന്നത് 109 അല്ലെങ്കിൽ 109 kg അത്രയേ ഉള്ളൂ വെയിറ്റ്. അപ്പോൾ നമുക്ക് സിറ്റി യൂസിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു വണ്ടിയാണ്. നമുക്ക് സിറ്റിയിലൊക്കെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമുക്ക് ആക്റ്റീവ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മൈലേജ് എന്ന് പറയുന്നത് ഒരു 45 മൈലേജ് നമ്മുടെ ആക്റ്റീവയ്ക്ക് കിട്ടുന്നുണ്ട്. എന്താ പറയുക, കമ്പനി 60 പറയുന്നതെങ്കിൽ ഒരു 45 50 മണ്ടലോട്ട് പ്രതീക്ഷിക്കുക കിട്ടത്തില്ല. ഒരു 45 മാക്സിമം 45 നിങ്ങൾക്ക് എന്താ പറയുക വണ്ടിക്ക് മൈലേജ് ഉറപ്പായിട്ടും കിട്ടും. ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയുകയാണ്, ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്തിടുക. എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോ അവസാനിപ്പിച്ചേക്കാം. See you soon in the next video. Bye bye.